ഝാൻസിയിലെ മെഡിക്കൽ കോളേജിൽ നവജാത ശിശുക്കൾ തീപിടുത്തത്തിൽ മരിച്ച സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. ആരോഗ്യ മേഖലയെ വേണ്ട പ്രാധാന്യത്തോടെ ഉത്തർപ്രദേശ് സർക്കാർ കാണുന്നില്ലെന്ന CPI നേതാവ് ആനി രാജയും കുറ്റപ്പെടുത്തി. കേരളത്തിലെ ആരോഗ്യ മേഖലയെ പരിഹസിച്ചു പോയ ആളാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്ന് ആനി രാജ 24നോട് പറഞ്ഞു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ നിന്ന് വന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ആരോഗ്യ മേഖല എത്രമാത്രം മോശമാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചു പോയ മുഖ്യമന്ത്രിയാണത്. അവിടെ നമ്മൾ നേരത്തെയും കണ്ടതാണ്. ശ്വാസം കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിച്ചപ്പോൾ അവർക്ക് ശ്വാസം എത്തിച്ചു കൊടുത്ത ഡോക്ടർ, അവരുടെ ജീവൻ രക്ഷിച്ച ഡോക്ടറെ തന്നെ ശിക്ഷിക്കുന്ന ഒരു കാര്യം നമ്മളവിടെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്ത് ഈ ആരോഗ്യ മേഖലയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി ആ ഗവൺമെൻറ്, BJP നേതൃത്വ ഗവൺമെൻറ്, BJP ഗവൺമെൻറ്, UPയിലെ BJP ഗവൺമെൻറ്, ആദിത്യനാഥ് ഗവൺമെൻറ് കാണുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു മറ്റൊരു ഉദാഹരണം. ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുന്നു. ആനി രാജയുമായി ബൽറാമാണ് സംസാരിച്ചത്. ബൽറാം, കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് UPയിൽ നിന്ന് വരുന്നത്, പ്രത്യേകിച്ച് ഝാൻസിയിൽ നിന്ന്? SKN രാജ്യത്തെ തന്നെ ഞെട്ടിച്ച, ദുഃഖിപ്പിച്ച ഒരു ദാരുണമായ അപകടമാണ് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഝാൻസിയിലെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായത്. 10 കുഞ്ഞുങ്ങളാണ് തീപിടുത്തത്തെ തുടർന്ന് വെന്തു മരിച്ചത്. ഈ സംഭവത്തിൽ മണിക്കൂറുകൾക്കകം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്നലെ വൈകിട്ട് തന്നെ സംസ്ഥാന സർക്കാരിനോട് ഈ വിഷയത്തിൽ വിശദീകരണം തേടി നോട്ടീസ് അയച്ചിട്ടുണ്ട്. DGPക്കും സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കും അയച്ച നോട്ടീസിൽ ഈ തീപിടുത്തത്തിന്റെ നിലവിലുള്ള സാഹചര്യം, ഇതിൻ്റെ അന്വേഷണം, കൂടാതെ എന്തെല്ലാം തുടർ നടപടികൾ സ്വീകരിച്ചു, ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്താണ് മുൻകരുതൽ നടപടികൾ ഇതിനകം സ്വീകരിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള വിശദ വിവരങ്ങൾ സമർപ്പിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.